അപ്പൊ കൂടാതെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിരിക്കുന്നുണ്ടാവും. ഞങ്ങൾ ഇതിവിടെ മോദകം എന്നാണ് പറയുന്നത്, പിന്നെ സുഖേൻ എന്നും പറയും. ഇതിപ്പോ നമ്മൾ വലുതായിട്ടല്ല, നമ്മൾ ചെറിയ സുഖേനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ ചെയ്തുകൊണ്ട് നമ്മൾ തട്ടുകടയിലൊക്കെ ചെയ്തില്ല, അതേ കണക്ക് തന്നെ നമ്മൾ ചെറുതാക്കുന്നത് മാത്രമേ ഉള്ളൂ. സൂപ്പർ ഐറ്റം ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. എന്നാലും ഞാൻ കാണിച്ചു തരുവാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, ഇഷ്ടപ്പെടും. അപ്പൊ ഇത് നിങ്ങനെ ചെയ്ത് കണ്ടാലോ. അതിന് എന്നും പറയുന്ന പോലെ സപ്പോർട്ടിങ് മറക്കല്ലേ കൂട്ടുകാരെ. നിങ്ങൾ ലൈക്ക് ഷെയർ ഫോളോ ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. കുക്കറിനകത്ത് നമ്മൾ പയറ് നല്ല രീതിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നിച്ച്. പയറ് നല്ലോണം ഒന്ന് വെന്തെങ്കിൽ നമുക്ക് ആ കഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റും നല്ലൊരു ടേസ്റ്റ് ഒക്കെ കൂടത്തുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം. നമ്മളിത് വലുതാക്കുന്നില്ല, കൊച്ചു ബോളാക്കി മൊത്തത്തിലൊന്ന് ഇതേ ഇത്ര ഷേപ്പിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷേപ്പിൽ മാത്രമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് വലുതാണെങ്കിൽ നമ്മൾ കടയിൽ തട്ടുകടയിൽ ചെയ്യുന്നതൊക്കെ വേണമെങ്കിലും വലുതാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എല്ലാം നമ്മൾ ഉരുള പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മാവ് ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിനായിട്ട് എടുത്തേക്കുന്ന 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട് 2 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ. ഇനി കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ഈ ഒരു പരുവത്തിലാണ് മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. കൂടുതൽ കട്ടിയാവാനും പാടില്ല, കുറച്ച് വെള്ളമാവാനും പാടില്ല. അപ്പോൾ നമ്മൾ ഉരുള എടുത്ത് മാവിനകത്തൊന്ന് മുക്കി ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതേ കണക്കെല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ കുറച്ച് ഒഴിച്ചുകൊണ്ട് നമുക്കിത് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒറ്റ വേവ് മതിയായിരുന്നു. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരേതാ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടാണ് നമുക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഒരു ഉറപ്പാണ്. കാര്യം ഇങ്ങനെ ചെയ്ത് നമുക്ക് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കൂട്ടുകാരെ.